ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ടൈം മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ മിക്ക വീടുകളിലും നോമ്പ് തുറക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു തിരക്കിലിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ പൊക്കുവടേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ചിക്കൻ ഞാനിവിടെ 250 ഗ്രാമാണ് എടുത്തത്. അതിലേക്ക് 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിലൊന്ന് ഒരു വിസിൽ വരുത്തി വേവിച്ചെടുത്തതാണ്. അപ്പം ആ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിൽ നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് 2 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, ഇത്രയും എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിയിലയും മല്ലിയിലയും ഓരോ പോങ്ങ വീതം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോഴിമുട്ട വേണം. അപ്പോൾ മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയാണ് എടുത്തത്. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതേമാതിരി 1/2 കപ്പ് അരിപ്പൊടിയും. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾ കടലപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് കടലപ്പൊടി എടുക്കുക മൈദപ്പൊടിക്ക് പകരം. ഓക്കെ, പിന്നെ മുട്ട ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ചിക്കൻ നേരത്തെ വേവിച്ചത് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ എടുക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുക്കാം. നേരത്തെ ഞാൻ പ്ലേറ്റിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ചതച്ചെടുത്തത് ഈ ചിക്കൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത്, അതേമാതിരി മല്ലിയില, കറിയില ഇതും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ 250 ഗ്രാം ചിക്കനിന്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ആൾക്കാരുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ മല്ലിയിലയും കറിയിലയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ എന്തായാലും അത് വേണം. അപ്പം മൈദ എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി അരിപ്പൊടി എടുത്താൽ മതി. കടലപ്പൊടി ആണെങ്കിൽ അതും അരിപ്പൊടിയും അങ്ങനെ. ഓക്കെ, അങ്ങനെ എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചിക്കൻ വേവിക്കുമ്പോഴുള്ള ആ കുക്കറിലുള്ള ലേശം വെള്ളം ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് ഈ മിക്സ് റെഡിയാക്കിയത്. ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം. ഈ മിക്സിങ് അധികം ലൂസും അധികം ടൈറ്റും ആവരുത്. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഈ നോമ്പ് തുറന്ന സമയത്തൊക്കെ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചിക്കനൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റി വെച്ച് ഉണ്ടാക്കിയാൽ മതി. എല്ലില്ലാത്ത ചിക്കനാട്ടോ എടുക്കേണ്ടത് പൊക്കോട ഉണ്ടാക്കാൻ. അപ്പോൾ അതെല്ലാവരും എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പൊക്കോട റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോന് കാണാം. താങ്ക്